നമ്മളിൽ പലർക്കുമുള്ള ഒരു ശീലമുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിയാൽ ഭക്ഷണം റെഡിയാക്കി അത് കഴിക്കുന്നതോടൊപ്പം യൂട്യൂബും തുറന്ന് 90കളിലെയും 2000കളിലെയും സിനിമകളിലെ കോമഡി സീനൊക്കെ കണ്ട് റിലാക്സ് ചെയ്യുക എന്നതാണത്. എന്നാൽ നമ്മൾ പോലും അറിയാതെ ആ ശീലം പയ്യെ മാറിയോ? പഴയ സിനിമകളിലെ കോമഡി സീൻസ് കാണുന്നതിന് പകരം പയ്യെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് നമ്മൾ കൂടുകൂടെ ചിരിക്കാൻ തുടങ്ങിയോ? ഇപ്പൊ ഫ്രണ്ട്സുമായി ഒത്തുകൂടുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും റീൽസിലെ കോമഡികളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ചിരിക്കാറുണ്ട്. കുറച്ചു കാലം മുമ്പ് സിനിമകളിലെ കോമഡികൾ പറഞ്ഞ് ചിരിച്ചിരുന്നത് പോലെ എല്ലാവർക്കും അവരവരുടേതായ ഫേവറേറ്റ് കോമഡി ഇൻഫ്ലുവൻസേഴ്സ് വരെ ഉണ്ട്. ഉദാഹരണത്തിന് വാഴ 2-ൽ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന ഡയലോഗ് വന്നപ്പോൾ നമ്മളിൽ പലർക്കും ചിരി വന്നു. അതായത് ഒരു റീലിൽ നിന്നുള്ള കോമഡി ഡയലോഗ് അത്രയും പോപ്പുലർ ആണെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിലെ ഡയലോഗ്സിന് മാത്രം കിട്ടിയിരുന്ന ഒരു സ്റ്റാറ്റസ് ആണത്. അപ്പൊ ഞാനും എന്റെ ചുറ്റിലുമുള്ള എല്ലാവരും ഇങ്ങനെ സിനിമയിലെ കോമഡികൾ കാണുന്നത് നിർത്തി റീൽസ് ആൻഡ് ഷോർട്സ് കാണുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു സിനിമകളുടെ കാര്യം പോക്കാണെന്ന്. പക്ഷെ സിനിമ എന്ന മീഡിയത്തിന്റെ പ്രത്യേകത അത് വെള്ളം പോലെ അഡാപ്റ്റബിൾ ആണ് എന്നതാണ്. ഈ സോഷ്യൽ മീഡിയ റീൽ പ്രതിസന്ധിയെ സിനിമ നേരിടുന്നത് അതിനോട് മത്സരിച്ചല്ല, മറിച്ച് അതിനെ അങ്ങ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സിനിമയുടെ സ്വന്തം ഭാഗമാക്കിയാണ്. അതിന്റെ പെർഫെക്റ്റ് ഉദാഹരണമാണ് വാഴ 2 എന്ന സിനിമയുടെ വിജയം. മലയാള സിനിമയിലേക്ക് കൂടുതലായി എത്തുന്ന സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ഏത് തരത്തിലുള്ളവരാണെന്നും അവർക്ക് സിനിമയിലെ ഏത് തരത്തിലുള്ള വേഷങ്ങളാണ്, കഥാപാത്രങ്ങളാണ് പ്രധാനമായും ലഭിക്കുന്നത് എന്നൊരു അനാലിസിസ് നടത്തിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാണാവുന്ന ഒരു കാര്യം കൂടുതലായും ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന തമാശ കഥാപാത്രങ്ങളിലേക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുന്നത് എന്നാണ്. ഇതിന് വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈയിടെയായി മലയാള സിനിമയിലെ തമാശകൾ അല്ലെങ്കിൽ ഹ്യൂമർ അത്ര പോരാ എന്ന വിമർശനം കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്നതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം 2000-കൾക്ക് ശേഷം പുറത്തുവന്ന തമാശ ചിത്രങ്ങളുടെ എല്ലാം പ്രധാന ശൈലി സ്ലാപ്സ്റ്റിക് കോമഡികളായിരുന്നു. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയുടെയും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളുടെയും ഒക്കെ മാറ്റത്തിന് ശേഷം സ്ലാപ്സ്റ്റിക് കോമഡികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി. അത് കാണികളെ പണ്ടത്തെ അത്ര ചിരിപ്പിക്കുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. അതായത് സ്ലാപ്സ്റ്റിക് കോമഡിയുടെ കാലം കഴിഞ്ഞു എന്നൊരു സ്ഥിതിയിലേക്ക് മലയാള സിനിമ എത്തി. എന്നാൽ അതേസമയം സോഷ്യൽ മീഡിയയിൽ 1.5 മിനിറ്റൊക്കെ മാത്രമുള്ള റീലുകൾ കണ്ട് ആളുകൾ ചിരിച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലെ ഈ കുഞ്ഞു കോമഡി വീഡിയോസ് മനുഷ്യൻ തന്റെ തലച്ചോറിനകത്ത് തമാശയെ സ്വീകരിക്കുന്ന രീതി തന്നെ മാറ്റിയെന്ന് പറയാം. ഈ ബ്രെയിൻ റോട്ട് എന്നൊരു വാക്കിനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരുന്ന് നമുക്ക് പുറത്തുള്ള മറ്റൊന്നിനെയും ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ തമാശയാണ് യഥാർത്ഥ തമാശ എന്നും വളരെ കുറച്ചു നേരം കൊണ്ട് മാത്രം ആസ്വദിക്കാനാകുന്ന വളരെ കുറഞ്ഞ അറ്റൻഷൻ സ്പാനുള്ള തമാശകളിലേക്ക് മലയാളികൾ അടക്കം മാറിയ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോഴുള്ളത്. മലയാള സിനിമയിലേക്ക് ഇത്തരത്തിൽ തമാശകൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള സ്ലാപ്സ്റ്റിക്കിനപ്പുറം നിൽക്കുന്ന വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്നും മലയാള സിനിമ സ്വീകരിച്ചു തുടങ്ങിയെന്ന് ഇപ്പോൾ കാണാം. മാത്രവുമല്ല ഇന്നും പോപ്പ് കൾച്ചറിന്റെ ഭാഗമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ വീഡിയോ ധാരാളം പ്രവാസികളും കാണുന്നുണ്ട്. ഞാനും ഒരു പ്രവാസി ആയതുകൊണ്ട് പലപ്പോഴും NRI ഗ്രൂപ്പുകളിലൊക്കെ ചില മെസ്സേജുകൾ വരാറുണ്ട്. NRIസിന്റെ ഫാമിലിക്ക് സാമ്പത്തിക സഹായങ്ങൾ വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട്. മുൻപ് നല്ല രീതിയിൽ കഴിഞ്ഞ കുടുംബമായിരിക്കും, പക്ഷെ അപ്രതീക്ഷിതമായി കുടുംബം നോക്കുന്ന ആൾക്ക് മരണം പോലെയൊക്കെ സംഭവിച്ചാൽ പല കുടുംബത്തിന്റെയും സ്ഥിതി ഇതാകും. അതുകൊണ്ട് പ്രവാസികൾ നിർബന്ധമായും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അത് ഇന്ത്യയിൽ നിന്നായാൽ അത്രയും നല്ലത്. കാരണം വിദേശത്തെ അപേക്ഷിച്ച് 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാം. അത്തരത്തിലുള്ള പ്ലാനുകൾ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മാസം 679 രൂപയിലൊക്കെ പ്ലാനുകൾ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യമൊക്കെ അനുസരിച്ച് 2 കോടിയോ 3 കോടിയോ അതിൽ കൂടുതലോ കവറേജ് ഉള്ള പ്ലാനുകൾ വരെ എടുക്കാം. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും അപകടത്തിൽ സംഭവിക്കുന്ന അംഗവൈകല്യങ്ങൾക്കും കുടുംബത്തിന് 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ കിട്ടുന്ന രീതിയിൽ റൈഡേഴ്സും ചേർത്ത് നിങ്ങൾക്ക് പ്ലാൻസ് എടുക്കാം. ഇത് നമ്മൾ എല്ലാവരും ഫാമിലിക്ക് ചെയ്യേണ്ട ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി ഫീച്ചറാണ്. ഇത് നേരത്തെ എടുത്തു വെച്ചാൽ അത്രയും കുറഞ്ഞ തുകയെ പ്രീമിയം വരും. അതുകൊണ്ട് വൈകിക്കാതെ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് നോക്കുക. ആനുവലി പ്രീമിയം ഒന്നിച്ചടച്ചാൽ 5% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സോഷ്യൽ മീഡിയയിൽ കുറെ റീൽസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ താരമായ ഹാഷിറിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. ഹാഷിർ എന്നറിയപ്പെടുന്നത് ഒരു റീൽസ് താരം എന്ന നിലയിലാണോ അതോ ഒരു സിനിമയിലെ നായകൻ എന്ന നിലയിലാണോ? ഹാഷിറിനെ നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തുന്നത് 100 റീൽസ് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലല്ല, മറിച്ച് ഒരു സിനിമ ചെയ്ത് വിജയിപ്പിച്ച നായകൻ എന്ന നിലയിലാണ്. ചുരുക്കി പറഞ്ഞാൽ സിനിമയെ റീൽസ് അല്ല, റീൽസിനെ സിനിമയാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ വിനോദ സംസ്കാരത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ സിനിമ എന്നും ഇങ്ങനെയാണ് മറ്റു കലകളെയും മാധ്യമങ്ങളെയും സ്വാംശീകരിച്ച് വളർന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാക്കാരിശി നാടകം, പ്രൊഫഷണൽ നാടകങ്ങൾ, മിമിക്രി, ഇന്നത്തെ സോഷ്യൽ മീഡിയ റീലുകൾ എന്നിവയെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ സിനിമയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മാധ്യമങ്ങളെയൊക്കെ ഭയന്ന് മാറി നിൽക്കുന്നതിന് പകരം അവയിലെ ഏറ്റവും മികച്ച പ്രതിഭകളെയും ഘടകങ്ങളെയും തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് സിനിമ അതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള തുടർച്ച നിലനിർത്തുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ തനിക്ക് ഭീഷണിയാകുമെന്ന് തോന്നിയ എല്ലാറ്റിനെയും സിനിമ വളരെ തന്ത്രപരമായി ഹൈജാക്ക് ചെയ്തു. തുടക്കത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഏറ്റവും ജനപ്രിയമായിരുന്ന കാക്കാരിശി നാടകം പോലുള്ള നാടോടി കലകളെയാണ് സിനിമ ഹൈജാക്ക് ചെയ്തത്. അതിലെ തമാശകളെയും പാട്ടുകാരെയും നടന്മാരെയും സിനിമ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ആളുകൾക്ക് കാക്കാരിശി നാടകം നേരിട്ട് കാണുന്നതിനേക്കാൾ താല്പര്യം അത് വലിയ സ്ക്രീനിൽ കാണുന്നതിലായി മാറി. അതോടെ അത്തരം നാടൻ കലകൾ പതിയെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. പിന്നീട് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയത്
KPSC പോലുള്ള പ്രൊഫഷണൽ നാടക പ്രസ്ഥാനങ്ങളാണ്. ജനങ്ങളെ സ്വാധീനിക്കുന്നതിൽ നാടകങ്ങൾ സിനിമയേക്കാൾ മുന്നിലായിരുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നാടകവേദികളിലെ മുൻനിരക്കാരായ എഴുത്തുകാരെയും സംവിധായകരെയും നടന്മാരെയും സിനിമ ഒന്നടങ്കം തങ്ങളുടെ ഭാഗമാക്കി മാറ്റി. തോപ്പിൽ ബാസി, NN പിള്ള, ONV കുറുപ്പ്, തിലകൻ, KPSC ലളിത തുടങ്ങിയ വൻ പ്രതിഭകളെല്ലാം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയവരാണ്. സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ അതേപടി സിനിമകളാക്കി മാറ്റുകയും ചെയ്തു. ഇതോടെ നാടക പറമ്പുകൾ ശൂന്യമാവുകയും തിയേറ്ററുകൾ നിറയുകയും ചെയ്തു. 90കളിൽ സിനിമ നേരിട്ട അടുത്ത വലിയ വെല്ലുവിളി മിമിക്രി അഥവാ സ്റ്റേജ് ഷോകളുടെ തരംഗമായിരുന്നു. സിനിമ കാണുന്നതിനേക്കാൾ ജനങ്ങൾ മിമിക്രി ട്രൂപ്പുകളുടെ പരിപാടികൾ കാണാൻ പണം ചെലവഴിച്ചു. എന്നാൽ സിനിമ ഇവിടെയും പഴയ തന്ത്രം തന്നെ പുറത്തെടുത്തു. മിമിക്രി വേദികളിൽ തിളങ്ങി നിന്ന ജയറാം, സിദ്ദീഖ് ലാൽ, ദിലീപ്, കലാഭവൻ മണി, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ വൻനിരയെ സിനിമയിലേക്ക് കൊണ്ടുവന്നു. മിമിക്രിയുടെ ഹാസ്യശൈലി സിനിമകളുടെ തിരക്കഥയുടെ പ്രധാന ഭാഗമായി മാറി. കോമഡി സിനിമകളുടെ ഒരു വസന്തകാലം തന്നെ ഇതിലൂടെ സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ കാലം മാറി ഇന്ന് സിനിമ നേരിടുന്നത് സോഷ്യൽ മീഡിയയുടെയും റീൽസിന്റെയും വെല്ലുവിളിയാണ്. ആളുകൾ മൊബൈൽ സ്ക്രീനുകളിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയതോടെ സിനിമയ്ക്ക് പ്രേക്ഷകരെ കിട്ടാത്ത അവസ്ഥ വരുമെന്ന് പലരും കരുതി. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വൈറലാകുന്ന പ്രതിഭകളെയും ഇൻഫ്ലുവൻസേഴ്സിനെയും നേരിട്ട് സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ട് സിനിമ ഈ പുതിയ ഭീഷണിയെയും ഇപ്പൊ മറികടക്കുന്നു. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ഫോളോവേഴ്സിനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഹിറ്റ് സിനിമകളിൽ പലതിലും സോഷ്യൽ മീഡിയ താരങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാം. മറ്റു കലകളിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയ്ക്ക് പണവും ആഗോള പ്രശസ്തിയും വലിയ അംഗീകാരവും നൽകാൻ കഴിയുമെന്നതുകൊണ്ടാണ് ഈ കലാകാരന്മാരൊക്കെ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. മറ്റു കലകളിലെ ഏറ്റവും മികച്ച തലച്ചോറുകളെയും പ്രതിഭകളെയും സ്വന്തമാക്കുന്നതിലൂടെ ആ കലകളുടെ സ്വതന്ത്രമായ വളർച്ച കുറയുമെങ്കിലും സിനിമ എപ്പോഴും കൂടുതൽ ശക്തമായി മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ സിനിമ എന്നത് ഒരു ഒറ്റപ്പെട്ട കലയല്ല, മറിച്ച് മറ്റെല്ലാ കലകളെയും തന്നിലേക്ക് ലയിപ്പിച്ചു ചേർക്കുന്ന ഒരു സങ്കര കലയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ചുറ്റുമുള്ള എല്ലാ ജനപ്രിയ മാധ്യമങ്ങളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് സിനിമ അതിന്റെ അപ്രമാദിത്വവും സിംഹാസനവും എക്കാലത്തും നിലനിർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്താണ് സിനിമ മറ്റു മാധ്യമങ്ങളെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. അപ്പോൾ മുമ്പ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത ടേം ഇൻഷുറൻസിനെ കുറിച്ച് പ്രവാസികളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭാവത്തിൽ ഫാമിലിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ടേം ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇതുവരെ എടുക്കാത്തവർ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്കിൽ കയറി പ്ലാനുകൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കൂ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.